ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കിയത് സുഗിയനാണ്. സുഗിയനെന്നും മോദകം എന്നൊക്കെ പേരുണ്ട്, പല പേരുകളുള്ള ഒരു പലഹാരമാണിത്. അപ്പം ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് നമുക്കൊന്ന് പൊളിച്ച് കാണാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മളിന്ന് കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഈ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിത് 2 വിസിലടിച്ചെടുക്കാം. 150 ഗ്രാം ചെറുപയറാണ് കുതിർത്തിയെടുത്തേക്കുന്നത്. കുക്കറിലിട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളം മതി. കുതിർത്തിയ കാരണം നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്ക് 2 വിസിലടിച്ചെടുക്കാം. പയർ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാറ്ററി ശരിയാക്കി വയ്ക്കാം. ഒരു കപ്പ് 250 ml കപ്പാണിത്. 1 കപ്പ് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. റവിൽ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട്. വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചതാണ്, ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ജീരകം പൊടിച്ചതാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ട് വേണം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാനായിട്ട്. നല്ല ജീരകം പൊടിച്ചതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. 100 ഗ്രാം ശർക്കരയാണ് നമ്മൾ പാനിയാക്കി എടുത്തത്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് പാനിയാക്കി എടുക്കാനായിട്ട്. ചെറുപയർ ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബാക്കി ഉണ്ടായത് ചെറുപയറുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടയൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ചൂടാറിയിട്ടെടുക്കാം. ഒരു ചെറിയ ചൂടുണ്ട്. ഇപ്പം നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. എല്ലാം നമുക്കതുപോലെ ഉരുട്ടിയെടുക്കാം. എല്ലാം ഉരുട്ടി കൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു 17 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇട്ട് കൊടുക്കാം. ഓരോന്നും എടുത്ത് ഇതുപോലെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മളെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ വേവിച്ചതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ പുറമൊന്നും മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്തെടുക്കാൻ. മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഓരോന്ന് മുരിച്ചെടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത ട്രിപ്പ് വെന്തിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. കോരി മാറ്റുമ്പോൾ ഇതെങ്ങനെ ഒന്ന് തട്ടിയിട്ട് വേണം എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ മുഴുവനും ഇങ്ങോട്ട് പോരും. നമ്മുടെ സുഖിയൻ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണിത്. വീട്ടിലുള്ളവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. നമുക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക.
എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ ബൈ.